ഭക്ഷണം കഴിക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ സജ്ജമായിട്ടുണ്ട്. ബൈപ്പാസ് മധുരൈ ബൈപ്പാസ്. ഓക്കെ ഫ്രണ്ട്സ്, இந்த ஏரி வந்து நம்ம வாங்க பிரியாணி வந்து குண்டுபாய் பிரியாணி பை காலவாசல்னா குண்டுபாய் பிரியாணி ഓക്കെ. ഇത് നല്ല ക്രൗഡഡ് ഏരിയ ആക്ച്വലി. ഇവിടെ ബൈപ്പാസ് ഇത് സിഗ്നൽ. ഞങ്ങൾ കറക്റ്റ് 2 മണിക്ക് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയത്. സ്ട്രീറ്റ് ബിരിയാണി, ബീഫ് ബിരിയാണി, ഗുഡുബായ് എന്ന് പറഞ്ഞ ഒരുത്തന്നെ ബിരിയാണി കഴിക്കാൻ വേണ്ടി. ഇവിടെ നല്ല തിരക്ക് ഏരിയ. ബിരിയാണി ഓക്കെ. எவ்வளோ செக்ஷன் ஒர்க்கு பார்க்குறாங்க. ஓகே, இது எனக்கு இந்த கவரு நான் அப்படியே ஃபுல்லாக சாப்பிடும். ஆமாம், இந்த கவரு நான். இது வந்து நீ உனக்கு 3 பேருக்கு தான் ஃபுல்லாக. அவங்களுக்கு 4 பேர் ஃபுல்லாக ஃபுல்லு கவரு நான் வந்து எனக்கு இது ஃபுல்லாக. அவங்களுக்கு ப்ளைனா இருந்தாலும் சிக்கன் சாப்பிட்லாம். சரி காசு விட்டாச்சு. 4 கிட்ட 3. சரி வாங்க, பிரியாணி எடுத்துகிட்டு போகிற பிரியாணி பார்சல். മൂന്ന് ആൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഇത് കണ്ട. ഏകദേശം എനിക്ക് തോന്നുന്നു ഇതാർക്ക് ആ പാർസൽ വേറെ ആർക്കും കൊടുക്കാന്ന് തോന്നുന്നു. சரி, ஏகദേശம் ஒரு சொல்லுங்க. ஆக்சுவலாக நேற்று வந்து அந்த சென்ட்ரிங் போட்டாங்க, காங்கிரீட் போட்டாங்க. எதுக்கு? சென்ட்ரிங் போட்டால் ஃபுட்டு வாங்கி கொடுக்கணும். ஆமாம், நம்ம ஊரில் அந்த மாதிரி தான். சென்ட்ரிங் போட்டால் ஃபுல்லாக ஃபுட்டு வாங்கி கொடுக்கறது கிடையாது, அங்கேயே வச்சு செய்வாங்க பிரியாணி. வாங்கி கொடுக்கணும். ஓகே, செய்ய முடியாது. அது நம்ம சைட்லேருந்து வாங்கி கொடுக்கணும். അങ്ങനെ ഞങ്ങൾ ബിരിയാണിയെല്ലാം മേടിച്ചു നേരെ പോകുന്നത് ഇങ്ങോട്ട് പാർക്കിലോട്ട്. എവിടെയെങ്കിലും പുറത്ത് ഇരുന്നിട്ട് കഴിക്കാം. കേരളത്തിൽ കാണുന്ന പോലെ KURTC ബസ് നോൺ AC ഇതാണ് ഈ കാണുന്നത്. നല്ല അടിപൊളി ബസ്, പക്ഷേ AC ഇല്ലാത്ത ബസ്. ഞങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള അടിപൊളി സ്പോട്ട് ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അടിപൊളിயான സ്പോട്ട് കിടച്ചിട്ട് നല്ല ഏരി നോക്കി വന്നു ഭക്ഷണം കഴിക്കാൻ. പക്ഷെ ഇവിടെ ചാണമുള്ള സ്ഥലത്താണ് വന്നിരിക്കാൻ പോകുന്നത്. ഇനി എന്ത് ചെയ്യണം നോക്കട്ടെ. നല്ലൊരു മരം കണ്ടു. ഇതെന്താ? ഇതിൻ്റെ മേലെ കിളീൻ്റെ കൂടെല്ലാം ഉണ്ടാ. செப்பல் போட்டு செப்பல் மேலே தான் நம்ம. ஓகே, செப்பல் மேலே உட்காரலாம். ஓகே, ഇവൻ പേര് വിമൽ. വെജിറ്റേറിയൻ വിമൽ. ഈ കാണുന്ന ആള് വിമൽ നോൺ വെജ് വിമൽ. എൻ്റെ ഫുഡ് നോൺ വെജ് ഷബീർ. ஓகே, சிக்கன் கீழே இருக்கா? ஓகே. തമിഴ്നാട് ചിക്കൻ ബിരിയാണി. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് കണ്ടതാ ഒരു അതിഥിയും കൂടി എത്തിയിട്ടുണ്ട്. പാവം. നോക്കട്ടെ, എല്ലാം വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ. വെയിറ്റ് തരാട്ടാ. വെയിറ്റ് തരാം.
പാതി ഭക്ഷണം ഞങ്ങൾ അതിഥിക്കും കൊടുത്തു. ഫുഡെല്ലാം കഴിച്ചു. ഇവിടെ ആൾക്കാർ പോകുന്നില്ലല്ലോ. എന്താടാ എന്തേ എന്ത് പറ്റി? ഞങ്ങൾ പോണേ. ബൈ. ഫുള്ളാക്കി അടിപൊളിയായിട്ട് ഇത് പോയിക്കൊണ്ടിരുന്നത്. ஆனால் கொஞ்சம் டேஸ்ட் குறைஞ்சிருச்சு இப்போ. ஏன் பசி? இன்னும் நல்லா இருக்கும் டேஸ்ட். அது இல்லை பிரியாணி நல்ல அளவுக்கு பசிக்காம இருந்தால் அப்படி இருக்கும்.